വെൽക്കം ബാക്ക് വിനുവാണ്. ഇപ്പം രാവിലെ തന്നെയല്ല, ഉച്ചയ്ക്ക് തന്നെ ഞാനും ദാസപ്പനും ഉള്ളത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുമ്മളി കമ്പം ദേശീയ ഹൈവേയിലുള്ളത്. ഇപ്പം ഞങ്ങളിവിടെ വെച്ചാൽ ലോവർ ക്യാമ്പിലുള്ളത്. ഇവിടെ നിന്ന് കുറേ കാഴ്ചകളുണ്ട് നമുക്ക് കാണാൻ, കുറേ തമിഴ്നാടിൻ്റെ കുറേ ഗ്രാമപ്രദേശമായിട്ടുള്ള കുറേ കാഴ്ചകൾ. അപ്പോൾ ആ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ലോവർ ക്യാമ്പിൽ ഞാനും ദാസപ്പനുള്ളത്. അപ്പോൾ ഇവിടെ ഇതാണ് കേട്ടോ നമ്മുടെ കുമ്മളി കമ്പം ഹൈവേ. കമ്പം മാത്രമല്ല കേട്ടോ, കമ്പം മാത്രമല്ല, തേനി, മധുര, എങ്ങോട്ടൊക്കെ ആ കാണുന്ന മലനിരകളല്ല നമ്മുടെ പശ്ചിമഘട്ടമാണ് കേട്ടോ. നമ്മുടെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബൗണ്ടറി ലൈനാണ്. അപ്പോൾ അതിൻ്റെ താഴെ കാണുന്നില്ല ഈ കൃഷിയിടങ്ങളെല്ലാം ഗ്രീൻ പീസാണ്. അപ്പോൾ നമ്മൾ വന്നത് വഴി എന്ന് പറയുന്നത് അതിലെയാണ്. ഇവിടെ അണ്ണൻ നിൽക്കുന്നു, ദാസപ്പനെടുത്ത് നിൽക്കുന്നത്. അന്നിവിടെ ധാരാളം ആടുകളുണ്ട് കേട്ടോ. ഈ ആടിൻ്റെ ഒരു കൃഷിയാണ് അണ്ണനുള്ളത്. അണ്ണനാണ്, പേരിനാണ് രാജ. അണ്ണൻ്റെ പേര് രാജ എന്നാണ്. അപ്പം അണ്ണൻ്റെ ഈ ആടല്ല. എത്ര ആട് എടുക്കണ? 33 ആട് ഇருக்கு. അത് എവരും പോകാൻ മാട്ടാ എങ്കിൽ ബൈക്കിൽ എങ്കിൽ ഫോറസ്റ്റ് ഏരിയ ചിത്ര പവറിന് മറ്റുന്നാ അങ്ങ് റോഡ് ഓപ്പൺ. ഓക്കെ. അപ്പോൾ അങ്ങനെ അമ്മയോട് ചോദിച്ചാൽ പണിയൻകുടി റൂട്ടിലോട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ആദിവാസി അടിവാരം വരെ പോകാം, പക്ഷേ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഫോറസ്റ്റിൻ്റെ പെർമിഷൻ ഇല്ലാതെ പറ്റത്തില്ല കേട്ടോ. അപ്പം ഈ റൂട്ടിലാണ് നമ്മൾ പണിയൻകുടിക്ക് പോകേണ്ടത്. പക്ഷെ നമ്മൾ ഇവിടുത്തെ കൃഷിയിടത്തിൻ്റെ കാഴ്ചയൊക്കെ ഒന്ന് കാണാം. ഈ കൃഷിയിടങ്ങളോട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ചെരുപ്പിടാതെ വേണം ഇറങ്ങാൻ കേട്ടോ. ചെരുപ്പിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അവർ നല്ല ചീത്ത വിളിക്കും കേട്ടോ. അപ്പോൾ ഈ കാണുന്ന മൊത്തം നമ്മുടെ ബന്ദിയാണ് കേട്ടോ. ഈ കിടക്കുന്ന കറുത്തത് ഓസ്. എന്ന് വെച്ചാൽ രാവിലെ വൈകിട്ട് മാത്രമേ വെള്ളം ഒഴിക്കുകയുള്ളൂ. അത് രാത്രി കാലങ്ങളിലാണ് വെള്ളം കുളിക്കുന്നത്, പകൽ അവർ വെള്ളം ഒഴിക്കത്തില്ല കേട്ടോ. പറഞ്ഞാൽ ഉണങ്ങിപ്പം അതേമാതിരി ചൂടാണ്. അക്കാമാരെല്ലാം അവിടെ പണിയെടുക്കുന്നുണ്ട്. അപ്പം എന്നാലും വേണ്ടില്ല, നമുക്ക് മുന്നോട്ട് പോകാം. ഇവർക്കുള്ള കുടിവെള്ളമാണ് മൂടി വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നാലും കഷ്ടമുണ്ട് കേട്ടോ. ഈ വെയിലത്ത് ഷൂട്ട് ചെയ്യുന്നതും ഇവരുടെ ഈ പണിയും കേട്ടോ. എന്നാലും രാവിലെ തൊട്ട് അവർ കുത്തിരിക്കുന്നതാണ്. അപ്പം എന്നാലും നമുക്ക് ഇവിടെ ഒന്ന് കയറി നോക്കാം, ഇവരുടെ ഈ കൃഷിയിടങ്ങളൊന്ന് കാണാം. അമ്മ ഇതന്നെ വെന്തിപ്പൂവാ? ജമന്തിപ്പൂ, സെവന്തിപ്പൂവാണ് കേട്ടോ, ബന്ദിയല്ല, സെവന്തിപ്പൂ. അതാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. ഇപ്പം അമ്മ ഇത് തന്നെ അമ്മ ഗ്രീൻ പീസാ? അമ്മച്ചേ അയ്യാ, ഇതുണ്ട് നല്ല ഗ്രീൻ പീസാണ്. നല്ല പച്ചച്ച് വെള്ള പൂവായിട്ട് നിൽക്കുന്നുണ്ടോ. നല്ലൊരു കാഴ്ചയല്ലേ. ഇതിലെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. എന്നാലും അയ്യോ കാട് കൊള്ളിട്ട് രക്ഷയില്ല. അപ്പോൾ ഇവിടെ പണിയുടെ അവസ്ഥ എന്താണ്? അമ്മ ഇതെന്താ ഇത്? ഗ്രീൻ പീസാ? ഗ്രീൻ പീസ് അവറക്കായ്. അത് ഗ്രീൻ പീസും അല്ല കേട്ടോ, ഇത് അവറക്കായ് എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഗ്രീൻ പീസാന്ന് ഓർത്താലോ കേട്ടോ, അവറക്കായ്. പിന്നെയുള്ള നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഇവിടെ നിന്ന് കാണുന്നത് കേട്ടോ. പടം എടുക്കുന്നത്. വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. ഞാനിവിടെ കുറച്ച് ഭാഗം നമുക്ക് ഷൂട്ട് ചെയ്യാനാണ് പറഞ്ഞത്. ഫോറസ്റ്റിൻ്റെ അനുമതി ഇല്ലാതെ അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല എന്നാണ് അമ്മ പറഞ്ഞത്. എന്നാൽ നമുക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ കേട്ടോ. ഈ കാണുന്നതെല്ലാം പഞ്ഞിത്തോട്ടവും കുടിമരത്തോട്ടമാണ് കേട്ടോ. ഇവിടെ ഒരുപാട് വീഡിയോകളൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ ചെറിയ ഓരോരോ ഫാക്ടറികളാണ് കേട്ടോ. എന്ത് ഉത്പാദനമാണ് ചെയ്യുന്നത് എനിക്കറിയില്ല. ഇഷ്ടംപോലെ കന്നുകാലികളും മാവൊക്കെ നിൽക്കുന്ന നോക്കിയാൽ വലിയ സൂപ്പർ മാവ്. ഇതിലിങ്ങനെ കുറച്ചങ്ങ് പോയി നോക്കാൻ കേട്ടോ. ഇവിടെ വരെ പോകും എന്നുള്ളതാണ് നമ്മുടെ ഈ കാഴ്ചയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാനും കാണുന്ന നിങ്ങളും കാണുന്നത്. എവിടെ വരെ പോകും. എന്ത് നല്ല കാഴ്ച. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ ഷൺമുഖ ഡാം ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ ആ മേഖലകളിലെല്ലാം ഒരുപാട് പട്ടികളാണ് കേട്ടോ. നമുക്ക് ഇതുപോലെ ഒറ്റയ്ക്ക് പോകുമ്പോൾ എൻ്റെ കാലം കടിച്ചു കുത്തുന്നതിന് ജീൻസ് പാൻറ്റ് ഇട്ടതിൻ്റെ പേരിൽ ജീൻസ് പാൻറ്റ് കടിച്ച് കിടന്നു കേട്ടോ. കാരണം നമുക്ക് കുത്തുന്നതിന് കടി കിട്ടിയില്ല. കടി കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് വലിയ വിഷയമായിരുന്നു കേട്ടോ. ഇതിൻ്റെ ആദായങ്ങൾ, അത് വാഴക്കുല വെട്ടിയിട്ട് നിൽക്കുന്ന
വാഴത്തോട്ടങ്ങളാണ് കേട്ടോ. ഇവിടെ വാഴയെല്ലാം കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ ഈ റൂട്ട് അങ്ങനെ അധികം സഞ്ചരിക്കാൻ പറ്റത്തില്ല കേട്ടോ, കാരണം ഫോറസ്റ്റ് ഏരിയയാണ്, കയറ്റി വിടത്തില്ല. എന്നാൽ നല്ല ഇവിടങ്ങളിലൊക്കെ നല്ല കൃഷികളാണ് കേട്ടോ. വീതി കുറഞ്ഞ റോഡിൻ്റെ 2 സൈഡിൽ നല്ല കൃഷിയിടങ്ങൾ, പച്ചപ്പ്. ആഹാ, എന്താല്ലേ. അപ്പോൾ എനിക്കിവിടെ ഈ പെൻസ്റ്റോക്ക് കണ്ടപ്പോൾ എനിക്ക് എന്തായാലും തോന്നി ഇതെന്തോ സർക്കാരിൻ്റെ സ്ഥലം ഏതോ പെട്ടതാണ്, സർക്കാരിൻ്റെ സ്ഥലമാണ്, ഏതോ പെട്ടതല്ല, സർക്കാർ സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ കൃഷികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിവിടെ പെൻസ്റ്റോക്കൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. പാർട്ടി ഇവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാലും നമ്മൾ അവർക്ക് ചില പൈസയൊക്കെ കൊടുത്തു കേട്ടോ. ശാക്കള കുറച്ച് പൈസ ഒന്നുമില്ല, അത് അത്ര നമ്മൾ പറയുന്നില്ല, കാരണം ആ പയ്യൻ അത്രയും നമുക്ക് കൂടെ നിന്നതാണ്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ ഒരുപാട് കണ്ടോ, ഇതൊക്കെ വീടുകളാണ് കേട്ടോ, താമസിക്കുന്നുള്ള വീടുകളാണ്, മനുഷ്യതാമസമുള്ള വീടുകളാണ് കേട്ടോ. നമുക്ക് സത്യം പറഞ്ഞാൽ ആ പയ്യന് 9ലാണ് പഠിക്കുന്നത്. ആ ചെറുക്കന് മിലിറ്ററി ഓഫീസർ ആണെന്നാണ് ആഗ്രഹം. അവനെ അവിടുന്ന് വീണ്ടും നമ്മൾ ഹൈവേ കയറി, ഹൈവേ നമ്മൾ വീണ്ടും നമ്മൾ വേറൊരു ചെക്ക് ഡാം കൂടെ കാണാൻ വേണ്ടിയാണ് പോകുന്നത് കേട്ടോ. നാളെ മഴയ്ക്കുള്ളൊരു ചാൻസ് ഉണ്ട്. നമ്മൾ എന്ന് വീഡിയോ പിടിക്കാൻ ഇറങ്ങിയാൽ തമിഴ്നാട്ടിലോട്ട് ഇറങ്ങിയാൽ മഴയ്ക്കുള്ളൊരു ചാൻസ് ഉണ്ട്. അവരുടെയൊക്കെ ജീവിതം ഭയങ്കര കഷ്ടമാണ് കേട്ടോ. അവർ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് നമ്മളെ കാണുമ്പോൾ അവർ ഓടി മറിയുകയാണ്. പക്ഷേ എന്നുവെച്ചാൽ അവർക്ക് കൃഷിയുണ്ട്, അവരിൽ നിന്ന് വാങ്ങിക്കുന്ന കൃഷിയൊക്കെ നിസ്സാര പൈസ കൊടുത്താണ് വാങ്ങിക്കുന്നത് കേട്ടോ. പിന്നെ അത് തന്നെയല്ല, ഞാൻ ചെന്നപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ കഞ്ഞിയും ഉള്ളിയാണ് കഴിക്കുന്നത് കേട്ടോ. പക്ഷേ അവർക്ക് പ്രോട്ടീനാണെന്നാണ് പറയുന്നത്. നമുക്ക് ഇവിടുത്തെ ഈ ചെക്ക് ഡാമിൻ്റെ ഒരു കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. വണ്ടി അങ്ങ് താഴോട്ട് പോകുന്നതാണ് പറഞ്ഞത്, എന്നാണ് കണ്ടില്ല. എങ്ങോട്ടാ വഴി നടത്തില്ല, എങ്ങോട്ടാ പോകേണ്ടത് നമുക്കറിയില്ല. വഴി തീരെ മോശമാണ് കേട്ടോ, വഴി തീരെ മോശമാണ്. ഇതിലെങ്ങനെയാണ്ടൊക്കെ ഇറങ്ങി പോകണം നമ്മൾ. എന്നാലും വഴി തീർത്ത് മോശമാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങി ചെന്ന് നോക്കാം. ഇവിടെ നല്ലൊരു വൈബാണ് കേട്ടോ ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. ആ കാണുന്ന ചുടുകാടാണ് കേട്ടോ, മനുഷ്യനെ ദഹിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഇവിടെ കൊണ്ടുവന്ന ബോഡി കൊണ്ട് എൻ്റെ ദാസത്തിൽ ഇരിക്കുന്നതാണ് ബോഡി വെച്ചിട്ട് അവർ ഇവിടെ കൊണ്ടുവന്നുണ്ട്. ഇവിടെ ബോഡിയുടെയൊക്കെ അവശേഷങ്ങളൊക്കെ കിടപ്പ്, അവശേഷങ്ങളല്ല, അതിനോട് വന്ന കർമ്മങ്ങൾ ചെയ്ത അവശേഷങ്ങളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അതാണ് ചുടുകാട്. ഇപ്പം അവിടെ ഒരു ബോഡി ദഹിപ്പിച്ച് മാറിയതേ ഉള്ളൂ, ഇന്നലെ ഒരു ദഹിപ്പിച്ച് മാറിയതേ ഉള്ളൂ. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. പിന്നാണല്ലോ ഇവിടെ ഒരു ചെക്ക് ഡാം ഉണ്ട് കേട്ടോ, ചെക്കണ. അപ്പോൾ അത് നമ്മളൊന്ന് കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ദാസപ്പൻ ഇവിടെ ഇരുന്നോ കേട്ടോ. നല്ല വൈബാണ് കേട്ടോ. ഇവിടെ ഒരുപാട് പേരുകൾ കുളിക്കുന്നുണ്ട്, കാരണം നല്ല ചൂടുള്ള ഒരു സമയമായതിൻ്റെ പേരിൽ കണ്ടോ നല്ല ആഴമൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് കണ്ടോ, അവർക്ക് ഒറ്റയ്ക്ക് നീങ്ങുന്നുണ്ട്. അതിലാണ് വന്നത് കേട്ടോ. ഈ ഒഴുകി വരുന്ന നദി ഉണ്ടല്ലോ, നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. ലോവർ ക്യാമ്പിൽ പവർ ഹൗസ് വന്ന് കറണ്ട് എടുത്തതിന് ശേഷം ഒഴുകി വരുന്ന വെള്ളം വീണ്ടും ഇത് താഴെ പോയി ഒന്നും കൂടെ പവർ എടുക്കും കേട്ടോ. പവർ എടുത്തതിനാണ് വെള്ളം വേസ്റ്റായിട്ട് പോവല്ല, കൃഷി ആവശ്യങ്ങൾക്കായിട്ട് ഈ വെള്ളം യൂസ് ചെയ്യുകയാണ് കേട്ടോ. ഇവിടുന്ന് കാണാൻ അതിമനോഹരമായ ഒരു ലൊക്കേഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കുളിക്കാനുണ്ട് കേട്ടോ. എന്നാലും ഇവിടെ നമുക്ക് ഒന്ന് കുളിക്കാൻ തോന്നുന്നുണ്ട്, അതേപോലത്തെ വൈബാണ്. യൂട്യൂബ് ചാനലല്ലേ, റൈഡർ പ്രേമി. അപ്പൊ ഇവരെല്ലാം +2 പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് കേട്ടോ. ഇവിടെ അടുത്ത് താമസിക്കുന്നുണ്ട്. അവരൊക്കെ ഇവിടെ എവിടെയാണ് ഉല്ലസിക്കാൻ വരുന്നത്? കാരണം എന്താ വെച്ചാൽ വേനലായി കഴിഞ്ഞാൽ ഇവിടെ മാത്രമേ ഉള്ളൂ വെള്ളത്തിൽ ഒന്ന് കുളിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് കേട്ടോ. നല്ല ആട് വെക്കാനുള്ള അപ്പം നല്ല ആടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കേട്ടോ. എന്നാലും കുളിക്കാൻ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പോട് സബ്സ്ക്രൈബർ அப்பா நான் ஸ்கூல்ல காலேஜா படிக்கிறது காலேஜா ஸ்கூல்ல என்ன காலேஜ் என்ன ஆர்ட்ஸ் ஆமே மெக்கானிக்கா
കമ്പ്യൂട്ടർ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ ഇനി നിന്ന് കഴിഞ്ഞാൽ പിന്നെ വിഷയമാവും. ആൾക്കാർ കൂടിയിട്ടുണ്ട്, പിള്ളേരാണ്. ഇവരുടെ കുളിപ്പീനൊക്കെ എടുക്കുന്നതുകൊണ്ട് ഇത്ര വിഷയമുള്ള കേസാണ് കേട്ടോ. എന്നാലും അടിപൊളിയാണ് കേട്ടോ ഈ ഒരു സെക്ഷനാണ്. കാരണം ഇവിടെ ഇഷ്ടംപോലെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ള പ്രദേശമാണ് കേട്ടോ. ഇവിടെ എല്ലാം പശുപാമാണ് കേട്ടോ, മുഴുവൻ ചാണകമാണ്. ഇവിടത്തേക്കാണ് കേട്ടോ നമ്മുടെ നാട്ടിലോട്ടൊക്കെ ചാണകം കയറി വരുന്നത്. ഏലത്തോട്ടങ്ങളിലൊക്കെ ഏലത്ത് ചാണകത്തൊക്കെ. ബൈക്കേലൊരു കാഴ്ചകളുണ്ട്. അത് ഇങ്ങനത്തെ ഉൾഗ്രാമത്തിലൂടെയൊക്കെയുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. 2 വീലറിൽ ഇങ്ങനെ ഉണ്ടോ. അതൊക്കെ വെളിയിലോട്ടൊന്നും അവർ കൊണ്ടുപോകില്ല കേട്ടോ. ഇങ്ങനെ ഉൾഗ്രാമത്തിലൂടെയൊക്കെയുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും ലഗേജ് കൊണ്ടുപോകാനൊക്കെയാണ് അങ്ങനെയുള്ള ബൈക്കുകാർ അവർ മോട്ടിവേഷൻ ചെയ്ത് ഇറക്കിയിരിക്കുന്നത്. വാളംപുളി ഇവിടെ ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞു വീടുകളുണ്ട് കേട്ടോ. പഴയ ഉന്തുവണ്ടി പുല്ലിയെത്തി കൊണ്ടുവന്നതാണ്. എല്ലാം കോഴി ഫാമാണ് അതിൻ്റെ ഉള്ളിൽ കേട്ടോ. അവരോടൊന്നും ചോദിക്കാനൊന്നും നിൽക്കുന്നില്ല. അത്ര പരിചയമില്ലാത്ത സ്ഥലമായിട്ടാണ് കേട്ടോ. നല്ല സുന്ദരമായ കാഴ്ചകൾ. വാഗപൂത്ത് നിൽക്കുന്നു. ഇപ്പോൾ ടൗണിനോട് അടുക്കാറായി തോന്നുന്നു കേട്ടോ. ഇച്ചിരി വണ്ടിത്തിരക്കൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. മൂന്നും പേരൊക്കെയാണ് ഒരു ബൈക്ക് യാത്ര ചെയ്യുന്നത്. അത് ഹെൽമെറ്റ് പോലും ഇല്ലാതെ കൊണ്ടാണ് അവർ യാത്ര ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ സർക്കാർ അല്ലെങ്കിൽ MVDക്ക് അത് പ്രശ്നമല്ലെന്ന് തോന്നുന്നു. കണ്ടോ 3 പേര്, ആ 3 പേർക്ക് തൂക്കമുള്ള ലഗേജ് വണ്ടികൾ ഉണ്ടെന്നാണ്. ഇതുണ്ടോ, ഇവിടെ ഒരു ഡാമാണ് കാണുന്നത് കേട്ടോ. ആ ഡാമിൽ വെള്ളമൊന്നുമില്ല. ഡാമിൽ വെള്ളമൊന്നുമില്ല കേട്ടോ, കുറച്ച് വെള്ളമുള്ളൂ. ഇത് നമ്മുടെ നോർത്ത് ക്യാമ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ട് പോകുന്നൊരു ഭാഗമാണ്. വെള്ളം കുറവാണ്. ഇതൊക്കെ നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ വെള്ളമാണ് കേട്ടോ. ഇതിൽ ഒഴുകുന്നത് എൻ്റെ പോലെ ഒരു ഉറുമ്പ് വന്ന് നോക്കിയാൽ അതാണ് ആ ഉറുമ്പാണ്. നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഇവിടെ കേട്ടോ. നല്ല ഉണങ്ങി മുറിഞ്ഞ് കിടക്കുവാണ്. ഒരു ചെറിയൊരു ഗ്രാമമാണ്. ചെറിയ കടകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ. ഇപ്പം നമ്മളങ്ങനെ ഈ റൂട്ട് വന്നപ്പം നമ്മുടെ ദാസപ്പൻ അങ്ങോട്ട് തന്നെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സ്ഥലം ഏതാണെന്നോ എങ്ങനെയാണെന്നോ നമുക്കറിയില്ല. നമ്മൾ കുറേ വന്നു, ഉള്ളിലൂടെ വന്നു. അപ്പോൾ ഇവിടെ കുറേ പല തോട്ടങ്ങൾ കണ്ടിട്ടുണ്ട്. പാവക്കത്തോട്ടം കണ്ടിട്ടുണ്ട്, തീരത്തോട്ടം കണ്ടിട്ടുണ്ട്, ഏലത്തോട്ടം കണ്ടിട്ടുണ്ട്, കൊടിത്തോട്ടം കണ്ടിട്ടുണ്ട്, കാപ്പിത്തോട്ടം കണ്ടിട്ടുണ്ട്, മുന്തിരിത്തോട്ടം, വാഴത്തോട്ടം. പക്ഷേ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ കപ്പളങ്ങാത്തോട്ടം, അതായത് പപ്പയ കണ്ടോ. ഈ തോട്ടത്തിൻ്റെയൊക്കെ ഒരു കാഴ്ച നോക്കി. ഇത് അങ്ങ് ഏക്കർ കണക്കിനുണ്ട് കേട്ടോ കപ്പളങ്ങ. ഇതെല്ലാം പഴുത്ത് കിടക്കുവാണ് കേട്ടോ. എന്ത് സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നോക്കി. ഉണ്ടോ, അല്ല കപ്പളങ്ങ എല്ലാം പഴുത്ത് കിടക്കുവാണ് കേട്ടോ. അടിപൊളി. ഇതിങ്ങനെ കണ്ണത്താ ദൂരത്ത് ഇങ്ങനെ കിടക്കുവാണ്, ഏക്കർ കിടക്കുന്നത് കേട്ടോ. നല്ല പച്ചയും മഞ്ഞയും എട്ട കളറും നിൽക്കുന്ന ഒരു ഫാമാണ് കേട്ടോ. സത്യമല്ലേ കാണാൻ? നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ. അങ്ങ് കിലോമീറ്ററോളം കിടക്കുമല്ല, ഏക്കറോളം കിടക്കുവാണ് കേട്ടോ. ദാസപ്പൻ അവിടെ ഇരിപ്പുണ്ട്. കുറച്ച് ഡേഞ്ചറാണ് കേട്ടോ. അവനാണ് ഈ തോട്ടത്തിൻ്റെ കാവൽക്കാരൻ. അപ്പോൾ ഇവർക്ക് മലയാളം അറിയുമോ? മലയാളം தெரியாது. நீங்கள் எத்தனை கிளாஸ் படிச்சிருக்கீங்க? காலேஜ். என்ன காலேஜ்? விவேகானந்தா. என்ன எடுத்துருக்கு? இந்த பிஏ. சரி. உங்களதா இது? உங்களதா இங்கே தோட்டம்? கேரளாவிலேருந்து ஒரு ஓனர் வாங்கி. കേരളാവിൽ നിന്നൊരു ഓണർ വാങ്ങിയത്. എത്ര ഏക്കർ മൊത്തം? ഇത് അപ്പാടെ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു ഓണറാണ് ഈ പപ്പയത്തോട്ടത്തിൻ്റെ ഓണർ കേട്ടോ. ഇവരെല്ലാം ഇവിടെ താമസിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കിണറുണ്ട്. ഇത് കൃഷി ആവശ്യങ്ങൾക്കായിട്ട് ഈ കിണറ്റിൽ നിന്നാണ് വെള്ളം ഒഴുകുന്നത്. അമ്പഴ എന്നോ ഇഷ്ടംപോലെ ധാരാളം മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഒരു കിളിക്കൂടുണ്ട്, താഴെ പ്രാവ്. ഇതാണ് ഭയങ്കരമാണ്. നമ്മൾ പെട്ടുപോയി. ഇവരൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ കേട്ടോ. നല്ല ശല്യക്കാരല്ല കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. നല്ല
ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതിനിടവഴിയാണ് പോകും കേട്ടോ. ഇതിൽ പോയിട്ട് നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. ഒരു ശല്യം ഇല്ല കേട്ടോ. നമ്മുടെ ദേഹത്തൊന്നും മുട്ട് പോലും ഇല്ല. അപ്പോൾ ആ ഫ്രണ്ടിൽ പോയ ബൈക്ക് അണ്ണം പോയതിൻ്റെ പുറകെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. എന്നാലും കേട്ടോ ഒരു ശല്യങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നമുക്കൊക്കെ നമ്മുടെയൊക്കെ നാട്ടിൽ പശുക്കൾ വരുമ്പോൾ നമുക്ക് പേടിയാണ് കേട്ടോ. മുല്ലപ്പൂ നിൽക്കുന്നുണ്ടോ? ഒട്ടാണ് കേട്ടോ, ഇരിയിട്ടില്ല. ഇവിടെ ഒരു നല്ലൊരു മരം നിൽപ്പുണ്ട് കേട്ടോ. നല്ല തണുപ്പാണ്. പക്ഷെ നമുക്കവിടെ നിർത്താൻ തോന്നും. നിർത്തുന്നില്ല, പൂവാണ് കേട്ടോ. പുളിമരം നിൽക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു നിപ്പും മട്ടും ഒക്കെ കണ്ടാൽ എന്നാ സുന്ദരം. ഇവിടങ്ങളിലുള്ള എല്ലാ തോട്ടങ്ങളിലുമുണ്ട്. നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റുന്നുണ്ട്. ഗേറ്റിട്ട് പൂട്ടിയിരിക്കുന്നത്. ഇവിടെ എന്തോ നാട്ടുകൂട്ടം എല്ലാം നടക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളങ്ങോട്ട് പോകുന്നില്ല. ഉത്സവങ്ങൾ നമുക്ക് കയറാം. ഒരു നേരത്തെ ആഹാരം കിട്ടി അത്ര ആയില്ലേ. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിലൊക്കെ വെച്ചാൽ ഒരുപാട് പൊങ്കാലയുണ്ട് കേട്ടോ. ഒരുപാട് ക്ഷേത്രങ്ങളിൽ നമുക്ക് അവരുടെയൊക്കെ ഒരു ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. ഒരു നേരത്തെ ആഹാരം നമുക്ക് ലാഭമുണ്ട്. എല്ലാം ചൂളമരമാണ് കേട്ടോ. ചൂള അതിൻ്റെയൊക്കെ കൂടുതൽ ഇതൊക്കെ എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ കമ്പ് മുട്ടും പലയൊക്കെ എടുക്കുന്നത്. മുട്ടിനായിട്ട് എടുക്കുന്നത് മാർക്കപ്പണിയാർ. മുട്ട് രസമാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറണമെന്നുണ്ട്. നമുക്ക് കയറാൻ പറ്റത്തില്ല കേട്ടോ. ഇത് നല്ല കാഴ്ചകളാണ്. അത് സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഉള്ളിലോട്ടൊക്കെ കയറാൻ കേട്ടോ. ആരുടെങ്കിലൊക്കെ പെർമിഷൻ ഉണ്ടെങ്കിൽ കയറാൻ പറ്റില്ല. ചുമ്മാ ഇത് നമ്മളെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഇതിരിക്കുന്നത് കണ്ടോ, ചോള കൃഷിയാണ് കേട്ടോ. ഇതുമാത്രം ജനസംഖ്യകളുണ്ടോ ഈ കട ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ? ഇതാകും പോലെ ഹൈവേയിലോട്ട് കയറി കേട്ടോ. നമ്മുടെ കമ്പം കയറിയ റൂട്ടാണ്. നമ്മളിപ്പോൾ കൂടല്ലൂർ അടുക്കാറായി. ഇപ്പം കമ്പം കൂടല്ലൂർ ഭാഗത്തോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. എന്തെല്ലാം കാഴ്ചകൾ കിട്ടുമെന്നുള്ളത്. അവിടെ മരം മുറിക്കുന്നുണ്ട്. വേറെ വിൽപ്പനയ്ക്കായിട്ടാണ് കേട്ടോ. ഒരു ടൗണിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മളൊരു ഉൾഗ്രാമത്തിലൂടെയുള്ളൊരു യാത്രയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലൊരു പച്ച ബസ് പോകുന്നുണ്ട്. അപ്പോൾ ആ ബസ്സിൻ്റെ പുറകെയുള്ളൊരു യാത്രയാണ്. അത് ഏതോ ഒരു ഗ്രാമത്തിലോട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പോയി നോക്കാം. ഏതെങ്കിലും ഒരു ഗ്രാമമൊന്നുമല്ല, കിട്ടുന്ന ഗ്രാമങ്ങളിലൂടെ നമ്മൾ കയറുവാണ്. നമുക്ക് ഗ്രാമത്തിൻ്റെ ആയിട്ട് പേരും കാര്യമൊന്നും നടത്തില്ല. തമിഴ് നന്നായിട്ട് വായിക്കാൻ അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഗ്രാമത്തിൻ്റെ പേരെടുക്കില്ല കേട്ടോ. കണ്ടൊക്കെ തിരിഞ്ഞു പോകുന്ന വഴിയാണ് കേട്ടോ. ഇവിടെ ഭയങ്കര ഒരു പടുകൂട്ടൊരു ആൽമരം നിൽക്കണം. ആൽമരമല്ല, എന്തോ ഒരു മരമാണ് കേട്ടോ. ഇതിനൊക്കെ നമ്മുടെ നാട്ടിൽ ആൽമരം എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ആൽമരം അല്ല. ഞാനുള്ള പോവാം, പുറത്തൊക്കെ പോവാം. നമ്മൾ വീണ്ടും മുന്നോട്ട് പോകണം കേട്ടോ. വഴി തെറ്റിപ്പോയി. ഇതിന് അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ബസ്സിൻ്റെ പുറകെ പോയത് അത് ഏതോ ഒരു ലോകത്തോട്ട് പോയ വണ്ടിയാണ്. അതിലെ പോയിട്ട് കിട്ടിയില്ല. നമുക്കെല്ലാം വേണ്ടില്ല. തപ്പിയെടുക്കും നമ്മൾ. ഏതോ സ്ഥലം നോക്കില്ല കേട്ടോ. നല്ല ഇപ്പം ഇവിടെ നമ്മൾ നല്ലൊരു ആൽമരമൊക്കെ കണ്ടു കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ മുന്നോട്ടൊന്ന് പോയി നോക്കാം. ഓഹോ, എന്താ പറയുക, നല്ല കാഴ്ചകളുണ്ട് കേട്ടോ. പക്ഷേ രാവിലെ പറഞ്ഞത് ഇപ്പം അങ്ങനെ ഒട്ടും വെയിലാണ് കേട്ടോ. എന്താ കാഴ്ച. വിദൂര കാഴ്ചകൾ കണ്ടോ. നല്ല മലനിരകളാണ് നിൽക്കുന്നത് കേട്ടോ. നല്ല പച്ച ആണ് മലനിരകൾ കാണാൻ പറ്റുന്നത്. എന്നാൽ ഇവിടുന്ന് കാണുന്ന ഈ കാഴ്ച നല്ല കൃഷിയിടങ്ങൾ, അതായത് നെല്ലും ഗോതമ്പും നെല്ലുണ്ട്, അതുപോലെ തന്നെ പയധാന്യങ്ങളുണ്ട്, ചോളമുണ്ട്, ഗ്രീൻ പീസ്, ഒരുപാട് കൃഷികളാണ് കേട്ടോ. പിന്നെ ഇതിനിടയ്ക്ക് വാഴയും തെങ്ങും. ഈ നിൽക്കുന്നതെല്ലാം പഞ്ഞിമരമാണ് കേട്ടോ. നല്ല പഞ്ഞി ഉണ്ടോ. മരത്തിൻ്റെ ഒക്കെ വലിപ്പം നോക്കി, എന്നാ ഹൈറ്റാന്ന് നോക്കി, എന്നാ വലിപ്പം എന്നാ ഹൈറ്റുമാന്ന് നോക്കി. അപ്പോൾ നമ്മളങ്ങനെ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഒട്ടാംകുളം. അപ്പം ഈ കാണുന്ന ഒരു ക്ഷേത്രം കണ്ടോ. ഇതിൽ ക്ഷേത്രം കോട്ടയക്കോവിൽ എന്നാണ് പറയുന്നത്. അത് ഒരു കോട്ടയുടെ മാതൃകയിലാണ് ആ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്.
ഇത് ഭയങ്കര ഒരു വാഗമരമാണ് കേട്ടോ. അപ്പം ഈ വാഗമരത്തെ ചുവട്ടത്തിനെയാണ് ഈ കോട്ടയക്കോവിൽ സ്ഥിതി ചെയ്യുന്നത്. അവിടെ എന്ത് വിഗ്രഹമായിരിക്കും നമുക്കറിയില്ല. അപ്പോൾ അവർക്കത് അറിയത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങനെ മുന്നോട്ട് നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. വെള്ളം എന്തിനാണ് ഇവ കെട്ടി നിർത്തിക്കുന്നത്? കൃഷി ആവശ്യങ്ങൾക്കായിട്ടാണ് ഈ വെള്ളം കെട്ടി നിർത്തിക്കുന്നത് കേട്ടോ. അത് നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. വെള്ളം ഇങ്ങനെ സൈഡ് മൊത്തം കൃഷിയിടങ്ങളും ഈ റോഡിൻ്റെ 2 സൈഡ്, ഒരു സൈഡ് വെള്ളം, ഒരു സൈഡ് കൃഷിയാണ് കേട്ടോ. കാരണം കൃഷി ആവശ്യങ്ങൾക്കായിട്ടാണ് വെള്ളം ഇവിടെ കെട്ടി നിർത്തിയിരിക്കുന്നത്. എന്നാൽ അത് നല്ല കാര്യമാണ് കേട്ടോ. വഴി കണ്ടോ വളഞ്ഞ് പൊളഞ്ഞ് പോകുന്നത്. പക്ഷേ ഈ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാൻ തോന്നും കേട്ടോ. പക്ഷേ ധാരാളം മീനുകളുള്ളൊരു കുളമാണ് കേട്ടോ. പക്ഷേ ഇവിടുത്തെ മീൻപിടുത്തം നമ്മൾ കണ്ടിട്ടില്ല. നമുക്ക് ഇച്ചിരി മുന്നോട്ടങ്ങ് പോയി നോക്കാം കേട്ടോ. ഇത് മുല്ലപ്പെരിയാറിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. പവർ ഹൗസ്, അതായത് ലോവർ ക്യാമ്പിൽ നിന്ന് പവർ എടുത്തതിന് ശേഷം വരുന്ന വെള്ളമാണ് അതിവിടെ കെട്ടി നിർത്തിയിരിക്കുന്നത്. ഇവിടെ ഇതൊക്കെ തന്നെയാണ് അവിടുന്ന് എടുത്തിട്ട് അവിടുന്ന് വരുന്ന വെള്ളമാണ് ഇവിടെ ചക്കടയായിട്ട് നിർത്തിയിട്ട് കൃഷി ആവശ്യങ്ങൾക്ക് എടുക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ടണലുണ്ട് കേട്ടോ. ടണൽ നമുക്ക് നോക്കാം. നമുക്ക് എന്ത് നല്ല കാഴ്ച. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ പോലും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ ഇതുപോലത്തെ ഒരു കാഴ്ച. ഒരു സൈഡിൽ വെള്ളം, ഒരു സൈഡിൽ കൃഷി. ഇതിന് മുമ്പ് നമ്മൾ ആ ഭാഗത്ത് നമ്മളൊരു ഷൂട്ട് ചെയ്തായിരുന്നു. അതായത് നമ്മുടെ ഷൺമുഖ ഡാമിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ആ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മേഘമലയൊക്കെ അങ്ങ് കാണുന്നതാണ് നമ്മുടെ മേഘമല. അവിടുന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഷൺമുഖ ഡാമിൽ നിൽക്കുന്നത്. അത് കൃഷി ആവശ്യങ്ങൾക്കാണ് കേട്ടോ. അപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് ഡാമുകളുണ്ട് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇത് കൃഷി ആവശ്യങ്ങൾക്കായിട്ട് വെള്ളം ശേഖരിക്കുന്നത്. പക്ഷെ അത് പവറൊക്കെ എടുത്തതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ ഈ കൃഷിയിടങ്ങളിലോട്ട് വെള്ളം തുറന്നു വിടുന്ന ഒരു ടണൽ കേട്ടോ. പക്ഷേ അത് വെള്ളം താന്നത് കൊണ്ട് നമുക്ക് ഈ ടണൽ കാണാൻ പറ്റത്തില്ല. അത് നമുക്ക് നോക്കാം കേട്ടോ. ഇതുണ്ടോ, ഇതാണ് ടണൽ. കൃഷി ആവശ്യങ്ങൾക്കായിട്ട് വെള്ളം തുറന്നു വിടുന്നതാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ വെള്ളം ഒരുപാട് ഇറങ്ങിപ്പോയത് കൊണ്ട് താന്ന് കിടക്കുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ മീൻപിടുത്തക്കാരുണ്ട് കേട്ടോ. മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ് കേട്ടോ. ആ കാണുന്നത് നമ്മുടെ ഹൈ റേഞ്ച് മലനിരകളാണ്. അതായത് നമ്മുടെ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ബൗണ്ടറിയിലാണ് കേട്ടോ ആ മലനിരകൾ കേട്ടോ. അപ്പോൾ നമ്മൾ ആ മലനിരകൾ താണ്ടി വേണം നമുക്ക് മുന്നോട്ട് ഇനി പോകാൻ. നമ്മുടെ ലക്ഷ്യസ്ഥലമല്ല, നമ്മുടെ വാസ്തവസ്ഥലമായ നമ്മുടെ കട്ടപ്പനയ്ക്ക് പോകാനും കേട്ടോ. ഉണ്ടോ, എന്നാലും ഇവിടുന്ന് കാഴ്ചയില്ല. ഇപ്പം ഈ കാഴ്ച ഇവിടെ കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയല്ല, നമ്മൾ ഇച്ചിരി കൂടെ മുന്നോട്ട് പോയി നോക്കുവാണ്. സെറ്റല്ലേ, നല്ല ഒരു ഗ്രാമപ്രദേശം. എന്താ ടൗണിൽ, അതായത് കൂടുതലൊരു ടൗണിൽ തന്നെയാണ് കേട്ടോ. കൂടുതലൊരു ടൗണിൽ നിന്ന് ഏകദേശം 50 മീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വാട്ടർഫോൾ കാണാൻ. പക്ഷേ ഇവിടെ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. പക്ഷേ ഇവിടെ ആരും കാണുന്നില്ല. അപ്പോൾ അങ്ങ് അറ്റത്തൊക്കെ ഇഷ്ടംപോലെ കാളകളെയൊക്കെ കുളിപ്പിക്കുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മൾ ദാസപ്പൻ തനിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ദാസപ്പൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അതിന് താഴെ അവരെടുക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ വീഡിയോകൾ വളരെ കുറവായിരുന്നു ഇട്ടത്. അപ്പോൾ നമ്മുടെ ചെറിയൊരു ഉപജീവന മാർഗ്ഗം കൂടെ നോക്കിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കാനൊക്കെ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചിലവും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാനൊക്കെ ഇച്ചിരി ലേറ്റ് ആകുന്നത്. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അത് മാത്രം പറയല്ലേ. നല്ലൊരു വീഡിയോയുമായിട്ട് ഇനി നിങ്ങളുടെ മുമ്പിൽ റൈഡർ പ്രേമി. ബൈ.